ഹായ്, മഴയൊക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ കട്ട് വർക്ക് എംബ്രോയിഡറി വരുന്ന ഒരു ജോർജറ്റ് കളക്ഷൻസ് ആണ് നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഫേവറേറ്റ് ജോർജറ്റ് ഫാബ്രിക്കിൽ ആ ഒരു കട്ട് വർക്ക് എംബ്രോയിഡറി വരുന്നതാണ്. നമ്മൾ PV സിൽക്കിലും വേറെ ഫാബ്രിക്കിലൊക്കെ കാണിച്ചാലും കൂടുതലും എല്ലാവർക്കും ഇപ്പോഴും കൂടുതലായിട്ട് ചോദിക്കുന്ന ഈ ഒരു ജോർജറ്റ് ഫാബ്രിക് കാണിക്കാനാണ്. അപ്പോൾ നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കിൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, നോക്കി എല്ലാം പൊളി കളേഴ്സ് ആണ്. ഭയങ്കരം ഇതാണ് എപ്പോഴും റിപ്പീറ്റഡ് ചോദിക്കുന്നത്. നമ്മുടെ ഓണിയൻ പിങ്കും ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലെവൻഡർ പോലെ നിൽക്കുന്ന ഷെയ്ഡും, ഇത് നമ്മുടെ ടോക്യൂസിന്റെ ആ ഒരു ഷെയ്ഡ് സിനമൻ ടോൺ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ, ടീൽ ഗ്രീൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ തെളിച്ചുള്ളൊരു ഗ്രീൻ്റെ ടോൺ ആണ് അത് വന്നേക്കുന്നത്. അത്രയും കളർ ഷെയ്ഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് കാണാം. ഒക്കെ നോക്കിയാൽ ഇത് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള കട്ട് വർക്ക് പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നുണ്ട്. ഇടയ്ക്ക് എംബ്രോയിഡറി വർക്ക്, അതിലിടയ്ക്കൂടെ ഫുള്ളും ഇങ്ങനെ കട്ട് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ്. അതിൻ്റെ പാറ്റേൺ നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെമി വി പോലെയോ അല്ലെങ്കിൽ ഒരു ഇതുണ്ടോ ചെറിയൊരു യു ഷേപ്ഡ് ആയിട്ടുള്ള നെക്കോ റൗണ്ട് നെക്കോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു എംബ്രോയിഡറി പോർഷൻ ഇവിടെ കൊടുത്തിട്ട് ബാക്കി ഇടയ്ക്കൂടെ എല്ലാം കുറേ കട്ട് വർക്ക്സും ഒരു ബോർഡറിൽ ഇതുപോലെ ബേസ് ടോണിൽ എംബ്രോയിഡറിയും വാട്ടർ സീക്വൻസും കൊടുത്തിട്ടുണ്ട്. നല്ല കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നേക്കുന്നുണ്ടല്ലേ. എല്ലാവർക്കും കൊതിയാവുന്ന നല്ല ഇതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഷെയ്ഡ്സ് തന്നെയാണ് കൂടുതലും കാണിക്കുന്നത്. ഇതുണ്ട് ലൈറ്റ് ഷെയ്ഡ്സ് ആർക്കും വേണ്ട. ചിലവർ ചോദിക്കും ലൈറ്റ് കാണിക്കാം, ബട്ട് ലൈറ്റ് എടുത്തുകൊണ്ട് വരുമ്പം ലൈറ്റ് അല്ല ഡാർക്ക് ആണ് കൂടുതലും അട്രാക്ഷൻ വരുന്നത്. അപ്പോൾ എല്ലാവരും ഡാർക്കേ കൂടുതലും എടുക്കാറുള്ളൂ. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. ആൻഡ് ഇതിൽ സ്ലീവ്സിലും വർക്ക് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ടീൽ ഗ്രീൻ പോലെ നിൽക്കുന്ന അത്രയും ഡാർക്ക് കന്നേഴ്സ് അല്ല, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് ഇത്. അതിൻ്റെ സ്ലീവ് വർക്ക് അപ്പർ പോർഷനോട്ട് ചെറിയ ചെറിയ മോട്ടീവ്സ് കൊടുത്തിട്ടുണ്ട്. യോക്ക് ഇതുപോലെ വർക്ക്, ദുപ്പട്ട സ്കാലപ്പ് ബോർഡറും ചെറിയ ചെറിയ മൾട്ടി കളർഡ് എംബ്രോയിഡറി. ആൻഡ് ഈ ഒരു കളറും വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് വരുന്നത്. ഇത് ടീൽ ഗ്രീൻ ടോൺ ആണ്. അത്രയും ഡാർക്ക് ടീൽ അല്ല, കുറച്ചുകൂടി തെളിച്ചുള്ളൊരു ടീൽ ഗ്രീൻ ഷെയ്ഡ്. സിനമൺ ഓറഞ്ച് ടോണിൽ ഇതുണ്ടോ യോക്കിലെ കട്ട് വർക്ക് എംബ്രോയിഡറി. ഇതാണ് സ്ലീവ് വർക്ക് കൊടുത്തേക്കുന്നത്. 1/2 മീറ്റർ അഡീഷണലി സ്ലീവിന് കൊടുത്തേക്കുവാണ്. ഇതാണ് ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്. നമ്മുടെ വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്. വീഡിയോയിൽ കുറച്ച് ഡാർക്ക്നെസ് കൂടുതലാണ്, അത്രയും ഡാർക്ക്നെസ് ഇല്ല, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള നല്ല ബ്ലൂ ടോണിൽ. ഈ എംബ്രോയിഡറി കോമ്പിനേഷൻസ് എല്ലാത്തിലും സെയിം ആണ്. യോക്ക് ആൻഡ് സ്ലീവ് വർക്ക്. ബോട്ടോ ലൈനിങ്ങും ഹെവി സാൻഡോൺ ഫാബ്രിക് ആണ്. ടോപ്പിന് ലെങ്ത് 2.6 മീറ്റർ ആണ്. ഷെയ്ഡ് നമ്മുടെ ലാവൻഡറിന് തന്നെ ഒരുപാട് ഷെയ്ഡ്സ് കാണുന്നത്. എന്നാൽ നമ്മൾ കോമൺലി ലാവൻഡർ എന്നായിരിക്കും പറയുക. ഈ ലാവൻഡറിന് ഒരു ലേറ്റസ്റ്റ് ടോൺ ആണ്. വർക്ക് നോക്കിയത് ഈ ഒരു കട്ട് വർക്ക് ഒക്കെ നല്ല എടുത്ത് അറിയാൻ പറ്റും. അതിന് മേലുള്ള എംബ്രോയിഡറി കുറച്ചുകൂടെ ലൈറ്റ് ടോണിലാണ് കൊടുത്തേക്കുന്നുണ്ട്. കോമ്പിനേഷൻസ് എല്ലാത്തിലും ഈ എംബ്രോയിഡറി കോംബോ സെയിം ആണ്. ഇതേപോലെ വരും. ഹെവി യോക്കിൽ കട്ട് വർക്ക് എംബ്രോയിഡറി, സ്ലീവ്സിൽ ലൈറ്റ് വർക്ക്, അപ്പർ പോർഷനോട് വരുമ്പോൾ ഉണ്ട് ചെറിയ ചെറിയ മോട്ടീവ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതും ബേസ് കളറിൽ തന്നെ. സ്കാലപ്പ് ഫിനിഷ്ഡ് ബോർഡർ ആണ്, അതും ലൈറ്റ് ഷെയ്ഡിൽ. ഇടയ്ക്കൂടെ വന്നിട്ട് മൾട്ടി കളേർഡ് എംബ്രോയിഡറി വർക്ക്. റേറ്റ് 1380 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഓണിയൻ പിങ്കിന് തന്നെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നല്ല കളർ ഷെയ്ഡാണ്. സോ അപ്പം ഇതുപോലെ വരും ഓവറോൾ ലുക്ക്. എല്ലാം പൊളി കളേഴ്സ് അല്ലേ. ആൻഡ് ഇഷ്ടമുള്ള എല്ലാവരുടെയും കട്ട് വർക്ക് എംബ്രോയിഡറി ആണ്, അതും ജോർജറ്റ് ഫാബ്രിക്കാണ്. സോ ഈ ഒരു റെയിനി സീസണിലും നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ്. റേറ്റ് 1380 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. സോ അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സുകളും ഇതും നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ പ്ലേസ് ചെയ്യാം. അടുത്ത കളക്ഷൻസ് ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.